അസ്സലാമലൈക്കും. ഹലോ എവ്രിവൺ, നമസ്കാരം. വെൽക്കം ടു സേവിറ്റ് ഷാനി. എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിഷുക്കട്ടയാണ്. പുതിയ തലമുറക്കാർക്ക് ഒരുപക്ഷെ സുപരിചിതമല്ലാത്ത എന്നാൽ പരിചിതമാകേണ്ട ഒരു വിഭവമാണ് നമ്മുടെ സ്വന്തം വിഷുക്കട്ട. അപ്പോൾ വളരെ നാടനായിട്ടുള്ള രീതിയിൽ തന്നെ എങ്ങനെയാണ് ഈ വിഷുക്കട്ട ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് പച്ചരി, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും അതിന് യൂസ് ചെയ്യുന്നത് ഉണക്കല്ലരിയാണ്. പായസത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം അരി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് പച്ചരിയിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഗ്ലാസ് അളവ്. അപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 4 കപ്പ് രണ്ടാം പാല്, നാളികേരത്തിൻ്റെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ 4 ഗ്ലാസ്. പിന്നെ ഒന്നാം പാല് വേണ്ടത് അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് ഒന്നാം പാല്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ വിഷുക്കട്ടക്ക് ആവശ്യമായത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വിഷുക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിന്ന് ഉരുളിയിലാണ് വിഷുക്കട്ട ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ പല അമ്മമാരും ഉരുളിയിലാണ് ഇത് ചെയ്യാറ്. അപ്പോൾ നമുക്കിന്ന് ഉരുളിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ 4 ഗ്ലാസ് തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ അരി ആഡ് ചെയ്യുക. അപ്പം ഞാനിവിടെ പച്ചരി ഒരു 2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുതിർത്തി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, വെള്ളത്തിലിട്ട് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരി കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരിയാണിത്. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വറ്റി ഒരുവിധം തേങ്ങാപ്പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം ഈ ടൈമിലാണ് നമ്മൾ 1/2 ടീസ്പൂണ് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നതും. എന്നിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഒന്നാം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഒന്നാം തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കടന്നിട്ട് ഒന്നും കൂടെ വെന്ത് വെക്കാം. അപ്പോൾ വിഷുക്കട്ട ആവുന്ന ടൈമിൽ വിഷുക്കട്ടയിൽ ഒഴിച്ച് കഴിക്കാനുള്ള ശർക്കര പാനി ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 250 ഗ്രാം 1/4 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു 4 എണ്ണം. പിന്നെ അതിലേക്ക് ഒരു നേരത്തെ കാണിച്ച ആ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്, വെള്ളം. അപ്പം ഇനി ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഒഴിച്ച് കുറച്ച് നേരം സെറ്റായിട്ട് അത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. നമ്മൾ അതൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് വിളമ്പാം. അങ്ങനെ നമ്മുടെ വിഷുക്കട്ട സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് സെറ്റാവട്ടെ. നമ്മുടെ ശർക്കര ഉരുകി വരുന്നുണ്ട്. ചുക്കുപൊടി ഉണ്ടെങ്കിൽ ഒരു പിഞ്ച് ചുക്കുപൊടി ഇടാം ശർക്കര ഈ ഉരുക്കുന്നതിൽ. അപ്പോൾ അതിനൊരു വേറെ ഫ്ലേവർ വരും. അപ്പോൾ നമ്മുടെ വിഷുക്കട്ട സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട്. ശർക്കര ഉരുക്കി ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഫിൽറ്റർ ചെയ്തിട്ട് ശേഷമാണ് ഒരു അരിപ്പയിൽ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിൽ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ അറിയാണ്ടത് കഴിച്ചു പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് അരിപ്പയിൽ ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കുന്നത്. ചിലയിടങ്ങളിലൊക്കെ വിഷുക്കട്ട കറി കൂട്ടിയിട്ട് കഴിക്കും, ചിലയിടങ്ങളിൽ ശർക്കര ഉരുക്കിയത് കൂട്ടി കഴിക്കും. അങ്ങനെ പല ടൈപ്പിലും ഇത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസും ഇതുപോലുള്ള ഒതൻറ്റിക് റെസിപ്പീസുമായി വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.